മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിസർച്ച് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 414/2025. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് കേട്ടോ, പ്രതീക്ഷിത ഒഴിവുകളാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഏതൊക്കെ കോഴ്സ് പഠിക്കുന്ന, ഒന്ന് റിസർച്ച് അസിസ്റ്റന്റ് പഠിക്കുന്ന കുട്ടികൾ, അതേ കണക്ക് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റുഡൻസ്, അങ്ങനെ കുറെ അധികം കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും? നമ്മൾ പറഞ്ഞു നിങ്ങൾ റിസർച്ച് ഓഫീസറിന് വേണ്ടി പഠിക്കുക, PG ആണ് ക്വാളിഫിക്കേഷൻ. അങ്ങനെ പറഞ്ഞ് നമ്മൾ കോഴ്സ് ആരംഭിച്ചു. ഇപ്പോൾ നമുക്ക് 2 ബാച്ച് സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരൊറ്റ സ്ഥാപനത്തില് നോട്ടിഫിക്കേഷൻ വരും മുന്നേ 2 ബാച്ച് ആർക്കും കാണത്തില്ല. നമ്മുടെ ക്ലാസിന്റെ ഒരു മെയിൻമ, നമ്മുടെ ഒരു സ്റ്റുഡൻസിന്റെ ഒരു കോൺഫിഡൻസ്, അതുകൊണ്ട് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരും മുന്നേ തന്നെ 2 ബാച്ച് ഫില്ലായത്. ഇത് 3ാമത്തെ ബാച്ചാണ് റണ്ണിങ്. അപ്പൊ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. 414/2025 ആണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിസർച്ച് ഓഫീസർ. ആന്റിസിപ്പേറ്റ് വേക്കൻസിയാണ്, പ്രതീക്ഷ ഒഴിവുകളാണ്. ഏജ് ലിമിറ്റ് എല്ലാവർക്കും അറിയാം, 20 മുതൽ 36 വരെ. ഏറ്റവും റിലാക്സേഷൻ കിട്ടുമേ, ഓരോ കോസ്റ്റിനും അവരുടേതായ കറക്റ്റ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ ആണ് പ്രത്യേകത. എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് ഓർ കൊമേഴ്സ്. നമ്മൾ നേരത്തെ കൊമേഴ്സ് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ കൊമേഴ്സുകാർക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊക്കെയാണ്? എക്കണോമിക്സുകാർക്ക് പറ്റും, സ്റ്റാറ്റുകാർക്ക് പറ്റും, മാത്സുകാർക്ക് പറ്റും, കൊമേഴ്സുകാർക്ക് പറ്റും. ഒരു പ്രത്യേകത പറയുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി എ സബ്ജക്ട് ഓഫ് സ്റ്റഡി അറ്റ്ലീസ്റ്റ് ഇൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവൽ. ഓർ ദ കേസ് ഓഫ് കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ അരിത്മെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി എ സബ്ജക്ട് ഓഫ് സ്റ്റഡി അറ്റ്ലീസ്റ്റ് ഇൻ ദ ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവൽ. അതായത് മാത്സുകാരാണ് എങ്കിൽ ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റ് പഠിച്ചിരിക്കണം. കൊമേഴ്സുകാരാണ് എങ്കിൽ ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സോ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ അരിത്മെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക കേട്ടോ. ഇനി അപ്പൊ നിങ്ങളുടെ അറിയേണ്ട കാര്യങ്ങളെല്ലാം ആയി. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈലുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുക. നാളത്തേക്ക് മാറ്റി വെക്കണ്ട. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, ജില്ലാടിസ്ഥാനമല്ല, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഇനിയുള്ള കൺഫ്യൂഷനിൽ ഒന്ന്, സാറേ കഴിഞ്ഞ തവണ ആൾക്കാരെ എടുത്തത് കുറവല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? അവരോട് പറയട്ടെ, നിങ്ങൾക്ക് 5ഉം 10ഉം ജോലി വേണ്ട, ഒരു ജോലി മതി. ഇതിനകത്ത് ഈ ഒരു പോസ്റ്റൊക്കെ ഞാൻ കാണുന്ന പോസിറ്റീവ് വശം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക. ഞാൻ കാണുന്ന കുറച്ച് പോസിറ്റീവ് വശം 3 കോഴ്സുകളാണ്. 3 കോഴ്സ്. 1 റിസർച്ച് അസിസ്റ്റന്റ്, 2 റിസർച്ച് ഓഫീസർ, 3 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്. ഇപ്പോഴത്തെ PSCയുടെ ഒരു തീരുമാനം അനുസരിച്ച് എല്ലാ പരീക്ഷ 1.5 വർഷം കൂടുമ്പോൾ നടക്കും. നിങ്ങൾ ഈ റിസർച്ച് ഓഫീസറിന് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായി പഠിച്ചു നോക്കിയേ. ഇത് മത്സരിക്കുന്ന എപ്പോഴും ആരാ? എക്കണോമിക്സുകാർ, സ്റ്റാറ്റുകാർ, കൊമേഴ്സുകാർ, മാത്സുകാർ, 4 കാറ്റഗറിക്കാരാണ്. നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പഠിച്ചു നോക്കിയേ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. നമ്മൾ ആദ്യം ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കോഴ്സ് ചെയ്തു, അത് കുറെ കുട്ടികൾക്ക് ജോലി കിട്ടി. അതിനുശേഷം റിസർച്ച് അസിസ്റ്റന്റിന്റെ കോഴ്സ് ചെയ്തു. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, കുറച്ചധികം പ്രതിഷേധങ്ങൾ കൊണ്ട ഒരു കോഴ്സായിരുന്നു അത്. പക്ഷെ ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമുക്കൊപ്പം കുറെ കുട്ടികൾ നിന്നു, നന്നായി പഠിച്ചു. രണ്ടാമത് വന്ന ഒരു അഡ്വൈസ് ലിസ്റ്റിൽ 6 പേർക്ക് അഡ്വൈസിൽ 3 പേർ പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ്. അതൊക്കെ ഒരു വലിയ കോൺഫിഡൻസ് തന്നെയാണ്. ശേഷം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സ് തുടങ്ങി. ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തു? ആ കോഴ്സ് ജോയിൻ ചെയ്തു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം പറയട്ടെ, അതിനുശേഷം നമ്മുടെ കുറച്ച് കുട്ടികൾ എനിക്ക് ഓരോ അവരുടെ ഗ്രൂപ്പിൽ നടക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പറയാണ്, സാർ ഇപ്പോൾ ഏറ്റവും കുട്ടികൾക്ക് അറിയേണ്ടത് മാസ്റ്റർ കെ അക്കാഡമിയിൽ പഠിച്ച കുട്ടികൾക്ക് എത്ര മാർക്കുണ്ട്. അതൊരു വലിയ കോൺഫിഡൻസ് നൽകുകയാണ്. അതേ കണക്ക് പറയട്ടെ, റിസർച്ച് ഓഫീസറിനും ഓരോ കോഴ്സിനും മാറ്റങ്ങളുണ്ട്. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, 1 കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ പരീക്ഷ പലരും പറയും സാറേ അത് ഡിഗ്രി ലെവലിൽ, ഇത് PG ലെവലിലും അല്ലേ. ആയിക്കോട്ടെ, അത് ഡിഗ്രി, ഇത് PG ആയിക്കോട്ടെ. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ മൊഡ്യൂളിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ 2 മൊഡ്യൂളാണ് ഉള്ളത്. ഒരെണ്ണം ഷിബിൻ സാർ എടുക്കും, ഒന്ന് നമ്മുടെ ടീച്ചർ എടുക്കും. അപ്പൊ ബിനു സാറുണ്ട്. ചെയ്യാൻ പോകുന്നത്, ഷിബിൻ സാറ് ഒരു മൊഡ്യൂൾ എടുക്കും, നമ്മുടെ ടീച്ചർ 2ാമത്തെ മൊഡ്യൂൾ എടുക്കും. അപ്പൊ ബിനു സാറോ ആകെ 2 മൊഡ്യൂളുള്ളൂ. ബിനു സാർ ഈ 2 മൊഡ്യൂളിനെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താ? കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, അതിന് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി എല്ലാവരുടെയും ചോദ്യമുണ്ട്, സാർ റാങ്ക് ഫയൽ ഉണ്ടോ? ഇതുവരെ തീരുമാനം എടുത്തില്ലായിരുന്നു, ഇപ്പോൾ തീരുമാനം എടുത്തു. റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എത്ര കുട്ടികളാണോ ആ എല്ലാ കുട്ടികൾക്കും റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക്
എക്സാമിന് മുമ്പ് ഫിനിഷ് ചെയ്യണം. ആ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റാങ്ക് ഫയൽ 100% ഉപകാരപ്പെടും. അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 100% ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 3ാമത്തെ ബാച്ചാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാം. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ കോഴ്സ് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. നിങ്ങളൊരു ക്ലാസ് മോശമാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മാറ്റി വേറെ ക്ലാസ് തരും. എക്സാംസ് എല്ലാം അതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകും. നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ ഫീസാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, പഠിക്കുക. താങ്ക്